എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളോടുള്ള വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ലൈംഗിക അതിക്രമങ്ങളുടെയും ചുരുളുകൾ പുറത്തു കൊണ്ടുവരാനായി 2017 നിലവിൽ വന്നിട്ടുള്ള 3-അംഗ കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. വിരമിച്ച ഹൈക്കോടതി ജസ്റ്റിസ് കെ ഹേമ, മുൻനടി ശാരദ, വിരമിച്ച IAS ഓഫീസർ KB വത്സലകുമാരി എന്നിവരാണ് ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മലയാള സിനിമാ വ്യവസായത്തിലെ ലൈംഗിക അതിക്രമവും ലിംഗ അസമത്വവും സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി കേരളം ആസ്ഥാനമാക്കിയുള്ള വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ഹർജിയെ തുടർന്ന് 2017 ഈ കമ്മിറ്റി രൂപം കൊള്ളുന്നത്. കൊച്ചിയിൽ തന്നെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മലയാളത്തിലെ ഒരു വനിതാ താരം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് WCC തന്നെ നിലവിൽ വന്നത്. ഇതേ തുടർന്ന് കേരള പോലീസിന്റെ ഒരു സംഘം നടത്തിയ അന്വേഷണം മലയാള സിനിമാ നടൻ ദിലീപിലേക്ക് ചേക്കേറുകയുണ്ടായി. മലയാള സിനിമാ വ്യവസായത്തിൽ സ്ത്രീകൾക്ക് നിലനിൽക്കാൻ ലൈംഗിക ആഭിമുഖ്യം ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെട്ടിരുന്നതായിട്ടാണ് നിലവിൽ ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. സിനിമാ വ്യവസായത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പവർ ഗ്രൂപ്പിന്റെ നിലനിൽപ്പും കാസ്റ്റിംഗ് കൗച്ചും ഈ സിനിമാ വ്യവസായത്തിൽ കളിക്കുന്നതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമായ ടോയ്ലറ്റുകൾ, വസ്ത്രം മാറുന്ന മുറികൾ, സുരക്ഷിതമായ ഗതാഗതം, ഷൂട്ടിംഗ് സ്പോട്ടുകളിലെ താമസം തുടങ്ങിയ അവശ്യ സൗകര്യങ്ങളുടെ അഭാവം ഉൾപ്പെടെ വ്യവസായ മേഖലയിലെ സ്ത്രീകൾക്ക് പ്രതികൂലമായ മറ്റ് അസമത്വങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് സംസാരിക്കുന്നു. പ്രതിഫലത്തിലെ വിവേചനം, കരാറുകളുടെ അഭാവവും ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നു. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ നിരവധി അഭിനേതാക്കൾക്കെതിരെയും സിനിമാ സാങ്കേതിക വിദഗ്ധർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങളുമായി നിരവധി വനിതകൾ രംഗത്തെത്തിയിട്ടുണ്ട്.